മലയാളികളെ ഞെട്ടിക്കുന്ന, എന്തിന് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു രാവിലെ പുറത്തു വന്നത്. പ്രശസ്ത ഗായിക എസ് ജാനകിയുടെ ഏക മകന് അപ്രതീക്ഷിത മരണം സംഭവിച്ചു എന്നതായിരുന്നു ആ വാർത്ത. ഇപ്പോൾ മകനരികെ പൊട്ടിക്കരയുന്ന എസ് ജാനകിയുടെ കണ്ണുകൾ തന്നെയാണ് ഒരമ്മയുടെ വേദനയെക്കുറിച്ച് പറയുന്നത്. അമ്മയ്ക്കിനി ആരുണ്ട് കണ്ണാ എന്ന് തമിഴിൽ ഉറക്കെ കരയുകയാണ് എസ് ജാനകി. അവരുടെ വാക്കുകളിലൂടെ തന്നെ എത്രമാത്രം വിഷമത്തിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് ഊഹിക്കാം. തൻ്റെ ഏക മകനെ അസ്വാഭാവികതയോടെ തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേവലാതിയിലാണ് ആ അമ്മ ഇപ്പോൾ. ഏതൊരമ്മയ്ക്കും ഇത് സംഭവിക്കാം, ഏതൊരു താരത്തിനും ഇത് സംഭവിക്കാം. അവർ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്നൊരവസ്ഥ പോലെയാണ് ഇതിനെ തോന്നുന്നത്. എസ് ജാനകിയുടെ ഗാനങ്ങൾ വളരെയധികം ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. എത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോഴും പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട്. എസ് ജാനകിയുടെ വാർത്തയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ്. 1938 ജനിച്ച എസ് ജാനകിക്ക് ഇപ്പോൾ 87 വയസ്സുണ്ട്. അമ്മ ജീവിച്ചിരിക്കെ മകനെ നഷ്ടപ്പെടുക എന്ന വേദനയിലൂടെ കടന്നു പോവുകയാണ് എസ് ജാനകി. ഈ വേദന മറികടക്കാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്നും നിരവധി പേർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മുരളി അണ്ണയുടെ, അതായത് പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ ഏക മകൻ പെട്ടെന്നുള്ള വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. സ്നേഹനിധിയായ ഒരു സഹോദരനെ, സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും എഴുതി ചേർത്തത്. ഈ അസഹനീയമായ വേദനയും ദുഃഖവും മറികടക്കാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പരേതാത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും ഓം ശാന്തി എന്നും നിരവധി പേർ കുറിച്ചു. അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. മുരളീകൃഷ്ണന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് KS ചിത്രയാണ് ആദ്യം ഈ വാർത്ത എല്ലാവരെയും അറിയിച്ചത്. തെന്നിന്ത്യൻ പ്രിയ ഗായിക എസ് ജാനകിയുടെ മകൻ മുരളീകൃഷ്ണ അന്തരിച്ചു. ഗായിക KS ചിത്രയാണ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചത്. KS ചിത്രയുടെ പോസ്റ്റിലൂടെയാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആദരാഞ്ജലി നേർന്നുകൊണ്ടും എത്തുകയാണ് എന്ന് പറയാം. എസ് ജാനകിയുടെ പ്രിയപ്പെട്ട മകനാണ്, ഏക മകനാണ്. മകന് എന്താവശ്യമുണ്ടെങ്കിലും ജാനകി എപ്പോഴും വീട്ടിൽ കാണും. മകനോടൊപ്പം തന്നെയാണ് ഭൂരിഭാഗം സമയത്തും ജാനകി ഇരിക്കാറുള്ളത്. മകനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അമ്മ എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനെക്കുറിച്ച് മാറുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത, അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്നത് ജാനകിയുടെ ഒരു സങ്കട വാർത്ത തന്നെയാണ്. ജാനകിയുടെ മനസ്സിന് ഇതെങ്ങനെ താങ്ങാനാകുമെന്നറിയില്ല. ഒരുപക്ഷെ ദൈവം അത്രയേറെ ശക്തി നൽകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതുമാത്രമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നതും ഇത് തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.